നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം sujithvaidyan. ജോഷ് പ്രസൻസ് നുന്നൂസിൻ്റെ കേരളക്കര കാഴ്ചകൾ. നമ്മളിപ്പം ട്രിവാൻഡ്രം സിറ്റിയിലോട്ട് പോവാണ്. ഇന്നലെ എന്തോ മഴയായിരുന്നു, നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടായിരുന്നല്ലോ അല്ലേ. ഇനി നമുക്ക് ട്രിവാൻഡ്രത്തിൻ്റെ കാഴ്ചകൾ, തലസ്ഥാന നഗരിയുടെ കാഴ്ചകൾ, ഒത്തിരി വിശേഷങ്ങളുണ്ട്. നമുക്കത് കണ്ടാലോ. നമ്മൾ കോവളത്തു നിന്ന് ഇറങ്ങി നേരെ സിറ്റിയിലേക്ക് വന്നത് വിവിയൻ സ്യൂട്ടിലേക്കാണ് വന്നത്. 2 ദിവസം നമ്മളിപ്പം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്രയും ഇവിടെ വന്നിട്ട് ലേറ്റ് ആയതുകൊണ്ട്. ആക്ച്വലി നമ്മൾ ഈ 2 ദിവസവും നീരുവിൻ്റെ ചാനലിൻ്റെ ഷൂട്ടായിരുന്നു. ഇന്നാണ് നമ്മൾ ട്രിവാൻഡ്രം സിറ്റി കാണാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഞാനും നീരും പോയി വാക്കിംഗ് ടൂർ ചെയ്തായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് വാക്കിംഗ് ടൂറിനാണ്. കിഴക്കേ കോട്ട മുതൽ ഈഞ്ചക്കൽ ജംഗ്ഷൻ വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അമ്മച്ചി വീടുകൾ, സ്വാതി തിരുനാളിൻ്റെ അവധിക്കാല വസതി, വളരെ പഴക്കം ചേർന്ന ഒരു ത്രിമൂർത്തി ക്ഷേത്രങ്ങൾ, അങ്ങനെ തിരുവിതാംകൂറിൻ്റെ കഥ പറയുന്ന ധാരാളം ഇടങ്ങളുണ്ട് നമുക്ക് ഈ നടന്നു പോകുന്ന വഴികളിലുള്ളത്. അച്ഛാ, നമ്മൾ ഈ അമ്മച്ചി വീടിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞാൽ എങ്ങനെയാണ്? അമ്മച്ചി വീട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പടിഞ്ഞാറക്കോട്ട ഏരിയയിലാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ആറാട്ട് പോകുന്ന വഴി, ആറാട്ട് പോകുന്നത്. സോ ഈ അമ്മച്ചി വീട് എന്ന് പറഞ്ഞാൽ ഈ റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് വെച്ചേക്കുന്നത്. വെച്ചാൽ വൺ ഓഫ് ദി മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഈ ആറാട്ട് പോകുമ്പോഴത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് അമ്മച്ചി വീടിനകത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ ട്രാവൻകൂർ റോയൽ ഫാമിലി എന്ന് പറയുന്നത് ഒരു മേട്രിലീനിയൽ സിസ്റ്റമാണ്. വെച്ചാൽ മരുമക്കത്തായം പെങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കും കിങ്ങായി വരുന്നത്. പക്ഷേ കിങ്ങിന് ധാരാളം ഭാര്യമാരെ കീപ്പ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും യാതൊരു വിധമായ രാജകീയ അവകാശങ്ങളും ഉണ്ടാവില്ല. കറക്റ്റ്. ഇവിടെ ആ സമയത്ത് നമ്മുടെ ഈ ട്രാവൻകൂർ റോയൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് കോൺസോർട്സിനെ കൊടുക്കുന്ന വരുന്നതെന്ന് പറഞ്ഞാൽ 3-4 പ്രശസ്തമായ അമ്മ വീടുകളാണ്. സോ അതുകൊണ്ട് ഇവിടെ 3-4 അമ്മ വീടുകളുണ്ട്. സോ അതിൻ്റെ പേര് ഇപ്പം തിരുവട്ടാർ അമ്മ വീടുണ്ട്, അരുമന അമ്മ വീടുണ്ട്, തഞ്ചാവൂർ അമ്മ വീടുണ്ട്, നാഗർകോയിൽ അമ്മ വീടുണ്ട്. സോ ഇതുപോലെ 4-5 അമ്മ വീടുകളുണ്ട്. സോ ഓൾവേസ് ദ കിങ്സ് കോൺസോർട്സ് വിൽ ബി ഫ്രം വൺ ഓഫ് ദീസ് ഹൗസസ്. ആക്ച്വലി വാസ് ബിലോങ്ങിങ് ടു നമ്മുടെ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ആയിരുന്നു ആ ചെറിയ കൊട്ടാരം. സോ ആസ് യു നോ, ഹി വാസ് a genius. Even before he was born, he was crowned a king. So പുള്ളി, നമ്മൾ സ്വാതി തിരുനാളിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു people used to call him Garbha Sriman. Means he was a king before he was born. Because ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് during the British times, the British in their annex, ബ്രിട്ടീഷ് ഓരോ ദേശങ്ങളും അന്നത്തെ രാജ്യങ്ങളും അനക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓരോരോ റൂളുകൾ ഉണ്ടാക്കി. ആ റൂൾ ഫെയിൽ ചെയ്യുമ്പോഴത്തേക്ക് ദാറ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ. കേണൽ മൺറോ എന്ന് പറഞ്ഞായിരുന്നു ഇവിടുത്തെ റെസിഡന്റ്. നമ്മൾ മൺറോ തുരുത്തുള്ളത്. സോ he was a resident in, so he was very close to the Travancore family. So he did not want the Travancore empire to go to the British empire. They were controlling it, but a full control avarku var, but ആ ഒരു system was to be followed. Swati Tirunal at that point of time, he was not born, but the Maharani was carrying at that time. Okay, so there was this pressure, immense pressure from London, that there has to be a male hire, otherwise we are going to take over. So what Mandro Sahib did was he wrote at that time back to the Governor General and also to England that a child was born here, and is a male child, to protect the kingdom from falling into the British hands. Okay, which is not the truth. കൊച്ചുണ്ടായിട്ടില്ല. At a very young age he was crowned. പുള്ളി ഒരു prodigy ആയിരുന്നു, as you know. സ്വാതി തിരുനാൾ was a prodigy. He died at a very very young age. നമ്മൾ സ്വാതി തിരുനാളിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന എപ്പോഴും മ്യൂസിക്കുമായിട്ടാണ്. നമ്മൾ സ്വാതി തിരുനാൾ കീർത്തനങ്ങൾ, പിന്നെ പുള്ളി എഴുതിയ fantastic pieces of music which is renowned. പക്ഷേ there was another side to it. He was a fantastic astronomer. He was a fantastic student of science. He was a fantastic student of literature. Okay, so the palace that we see over there, though Swati Tirunal was married several times before, he fell in love with a dancer, a court dancer called Sugandhavali. Okay, which happened, she was from the Tanjavur area. So what he did is he wanted to get married to her against the will of the royal family. So
as you know, Swadhinmal's palace is the one that you see over there on the other side, the horse palace in Apurtha. That's there. So what he did is, after he got married to her, he came and lived in the small palace, very small one, okay, where he was happy, where he and his dancer, wife or consort lived there until his death. So this is a small history about this part of this Ammachi Veed, and the streets that are here. Okay, നമ്മളിപ്പോൾ നിൽക്കുന്നത് വെസ്റ്റ് ഫോർട്ട് സൈഡ്. നമുക്കിപ്പം ഈ തിരുവനന്തപുരത്തിൻ്റെ ഈ കോട്ട ഏരിയ എന്ന് പറയുന്നത് ഈ 4 കോട്ടകളുടെ ഇടയ്ക്കാണ്. വെസ്റ്റ് ഫോർട്ട്, ഈസ്റ്റ് ഫോർട്ട്, നോർത്ത് ഫോർട്ട്, സൗത്ത് ഫോർട്ട്. ഇതൊരു എൻക്ലോഷറാണ്. ഈ എൻക്ലോഷറിനകത്താണ് പത്മനാഭസ്വാമി ടെമ്പിളും അതിനകത്തുള്ള അഗ്രഹാരങ്ങളും ബാക്കിയുള്ള ടെമ്പിൾസും കുറേ പാലസസും ബാക്കി എന്നൊന്നൊക്കെ. സോ ഇതായിരുന്നു ഇവിടുത്തെ ഒരു ദിസ് ഇസ് എ ഫോർട്ടിഫൈഡ് ഏരിയ. നമ്മൾ ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ഫോർട്ട് വെക്കുന്നത് എന്തിനാണ്? ആൾക്കാർ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഒരു ഫോർട്ടിഫൈഡ് ഏരിയ ആയിരുന്നു ഇത്. സോ ഈ പെർട്ടിക്കുലർ വാളിനൊരു ചെറിയ കഥയുണ്ട്. സോ നമ്മൾ നേരത്തെ അവിടെ കണ്ടത് നമ്മൾ വെസ്റ്റ് ഫോർട്ട് കണ്ടിട്ടുണ്ട്. വെസ്റ്റ് ഫോർട്ടിൻ്റെ ഒരു ഇത് കണ്ടിട്ട്. സോ അറ്റ് ദാറ്റ് ടൈം ഓൾ ദീസ് ഫോർട്ട് വാൾസ്, ഈ ഫോർട്ട് ഡോഴ്സും കാര്യങ്ങളെല്ലാം സിമെട്രിക്കലായിരുന്നു. മീൻസ് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ വെസ്റ്റ് ഫോർട്ട് ഇവിടെ ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈസ്റ്റ് ഫോർട്ട്. സിമിലർലി നോർത്തും സൗത്തും അങ്ങനെ. സോ ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വെസ്റ്റും ഈസ്റ്റ് ഫോർട്ടുമേ ഉള്ളൂ. അത് മോണുമെൻ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ വിചാരിക്കും വൈ ഈ വെസ്റ്റ് ഫോർട്ട് ഇസ് നോട്ട് സിമെട്രിക്കൽ വിത്ത് ദ ഈസ്റ്റ് ഫോർട്ട്. സോ അതൊരു കാര്യം. സോ ദ ഒറിജിനൽ ഫോർട്ട് വാൾ വാസ് നമ്മളിത് കണ്ടത് ഇവിടെ ഒരു ഡാർക്ക് സ്പേസും ഇവിടെ ഒരു കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ളൊരു ഫാക്കേഡാണ് നമ്മളിവിടെ കാണുന്നത്. വി ആർ സീയിങ് എ ലൈറ്റർ ഫാക്കേഡ് ഓൺ ദിസ് സൈഡ്. ഓക്കെ, സോ ഇഫ് യു സീ ദിസ് പ്ലേസ്, ഈ സ്ഥലവും നമ്മുടെ ഈസ്റ്റ് ഫോർട്ടുമായിട്ട് സിമെട്രിക്കലായിരിക്കും. വിൽ ബി ഓൾമോസ്റ്റ് ഡയഗ്ലിനിയസ് ഈസ്റ്റ്. സോ വൈ ദിസ്? ഇതെന്താണ് അടച്ചിട്ടേക്കുന്നത്? സോ ഇപ്പം കഥ പോകുന്നതനുസരിച്ച് പുരാണം ഇറ്റ്സ് മേ ബി എ മിത്ത്, മേ ബി എ സ്റ്റോറി. സോ ഇത് പറയുന്നതനുസരിച്ച് there were 2 youths over here. സോ അൺഫോർച്ചുനേറ്റ്ലി ഇവർ ഞാൻ പറയില്ലേ കോട്ടയാണ്. സോ അവരിങ്ങനെ വന്നപ്പോഴത്തേക്ക് ബൈ മിസ്റ്റേക്ക് ഓർ ബൈ നോട്ട് നോയിങ് ഹൂ ദേ ആർ ഓർ വാട്ട് ദേ വർ, the soldiers here or somebody killed them. So they got killed at the fort gate. So അതൊരു ദുർമരണമായിരുന്നു. They were killed because without knowing. So എന്നിട്ട് the story goes that ഇവരുടെ ഗോസ്റ്റ് ഓർ ഇവരുടെ പ്രേതം ഇവിടെ വന്ന് ഈ ഗേറ്റിനെ എന്നും മറ്റേ ഇത് ചെയ്യും, മറ്റേ ശല്യം ചെയ്യും. സോ being haunted. So this place became haunted by the ghost. So nobody could come from this gate or go out from this gate. രാത്രി ആകുമ്പോഴത്തേക്ക് പോകാനൊക്കത്തില്ല, എല്ലാവരും പേടി, അങ്ങനത്തെ ഒരു സാധനം. സോ അന്ന് ഇങ്ങനെ പ്രശ്നം വെക്കുമല്ലോ. പ്രശ്നം വെച്ചപ്പോഴത്തേക്ക് അവർ പറയും ഇതിന്റെ ഗേറ്റിന്റെ പൊസിഷൻ മാറ്റണം. ഇതിന് തൊട്ടപ്പുറത്തോട്ട് ഗേറ്റിനെ മാറ്റും. സോ വാട്ട് ദേ ഡിഡ് ഇസ് ദേ ഷട്ട് ഡൗൺ ദിസ് ഗേറ്റ്. എന്നിട്ട് ഇവിടെ വാള് പണിയും. സോ നമ്മുടെ എന്താ പറയുന്നത് ഈ ഗോസ്റ്റിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. സോ ഗോസ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ വാളാണ്. ആൻഡ് ദേ മൂവ് ദ ഗേറ്റ് സ്റ്റിൽ ഫർദർ സൗത്ത്. അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ആ ഗേറ്റ് അവിടെ ആക്കി. സോ അന്നേരം ഈ ഗോസ്റ്റിന്റെ ശല്യം വന്നില്ല. അതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. സോ വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ചെറിയ ട്രിവിയ. സി ദിസ് ഹോൾ ഏരിയ, നമ്മുടെ ഈ ഫോർട്ട് ഏരിയ, നമ്മൾ ഐ വുഡ് സേ ഇസ് വെരി വെരി ലെസ് അൺഎക്സ്പ്ലോർഡ്. Trivandrum has got tremendous history in every bits and pieces. It's one of the most well preserved ആയിട്ടുള്ള historical cities il onnanu. I mean, you can say, I mean, there's a lot of things which can be opened up, many monuments that can be opened up. Many of them are with the temple trust, with the palace, and other private owners in the sun. So ഈ ഓരോരോ ഏരിയയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ദിവസവും ചിലപ്പോൾ ഇതിന് മുന്നിൽ കൂടെ ആയിരിക്കും നടക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ ഒത്തിരി ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇൻ ഫ്രണ്ട് ഓഫ് LMS ചർച്ച്, നമ്മുടെ നമ്മുടെ കോർപ്പറേഷൻ്റെ ഫ്രണ്ടിൽ അവിടെ ഒരു ലാമ്പ് ഉണ്ട്. ഓക്കെ, രാമറാവുകളൊക്കെ. പക്ഷെ എല്ലാവരും അതിന്റെ ഫ്രണ്ടിൽ കൂടെ ദിവസം പോകും. പക്ഷെ കേരളത്തിലെ ആദ്യത്തെ ലാമ്പാണത്. അതുകൊണ്ടാണ് നമ്മൾ സാധിച്ചത്. നമ്മൾ ഒരു ലാമ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഹാസ് ഗോട്ട് സർട്ടൻ ഇമ്പോർട്ടൻസ്. സോ സിമിലർലി മെനി സ്മോൾ തിങ്സ്. സോ ഇതൊക്കെ ഇതുപോലെ നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിന് നമ്മുടെ ഇവിടുന്ന് ആൾക്കാർ. അതെ. സോ ദർ ഇസ് എ വാർ മെമ്മോറിയൽ. ഇപ്പൊ 2021 അതിന്റെ 100 years. 1914 to 1921 ആണ് മറ്റേ വാർ ഫസ്റ്റ് വേൾഡ് വാർ. പക്ഷെ നമ്മളൊക്കെ അതിന്റെ ഫ്രണ്ടിൽ കൂടെ പോകും. അതിന്റെ ഒരു ഇമ്പോർട്ടൻസോ എന്തിനാണ് അത് വെച്ചിരുന്നത്? ബിക്കോസ് ബട്ട് മെനി പീപ്പിൾ ഫ്രം ഹിയർ, ഫ്രം ട്രാവൻകൂർ ആൻഡ് ഫ്രം ഇന്ത്യ went and fought the world war, and in many places in Europe, which I have personally seen, okay, especially in a small town in Italy,
അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട് നമ്മുടെ ഇന്ത്യൻ സോൾജേഴ്സിൻ്റെ കമോമറേറ്റ്. അവിടുത്തെ ഈ 40 സിഖ് സോൾജേഴ്സാണ് എഗെയിൻസ്റ്റ് നാസി ഇൻവേഷൻ, അന്നത്തെ മറ്റേ ജർമ്മൻ ഇൻവേഷനിൽ അവർ പ്രൊട്ടക്ട് ചെയ്തത്. സോ ദേ ഹാഡ് പ്രൊട്ടക്റ്റഡ് ദോസ് പീപ്പിൾ. സോ അതുകൊണ്ട് അവരിപ്പോഴും ആ ഡേ കമോമറേറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ആ ഡേ അവർ നോക്കുന്നുണ്ട്. ദേ കമോമറേറ്റ് ദാറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് വെരി ക്ലോസ് ടു ദ വെസ്റ്റ് ഫോർട്ട് വാൾ. ഇതാണ് മിത്രാനന്തപുരം ക്ഷേത്രം. ഓക്കെ, സോ ഇത് വളരെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്, വിച്ച് മെനി പീപ്പിൾ ഡോണ്ട് നോ. ഓക്കെ, ദിസ് ടെമ്പിൾ ഹാസ് ബീൻ ഹിയർ ഫോർ മോർ ദൻ 2000 years. അതാണ് ആൾക്കാർക്ക് മനസ്സിലായി, മോർ ദൻ പ്രോബബ്ലി ഈവൻ മോർ. ചിലപ്പോൾ കാവായിട്ടായിരിക്കും, ചിലപ്പോൾ സ്മോൾ ഡയറ്റീസ് ആയിട്ടായിരിക്കും. പക്ഷേ ഇത് പിന്നെ ഇറ്റ് വാസ് എക്സ്പാൻഡഡ് ആൻഡ് മെയ്ഡ് ബിഗർ. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഓൾ ദ 3 ഡയറ്റീസ് ആർ ഹിയർ. വിഷ്ണു, ശിവ, ബ്രഹ്മ, മൂന്നും ഇവിടെ തന്നെയുണ്ട്. വിച്ച് ഇസ് വെരി നോട്ട് മെനി പീപ്പിൾ നോ ദാറ്റ്. ഓൾ ദ 3 ആർ ഹിയർ. ആൻഡ് വൺ മോർ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഇസ് ദാറ്റ് യു ഡോണ്ട് ഫൈൻഡ് മെനി ബ്രഹ്മ ടെമ്പിൾസ്. Brahma temples are very, very few. Ivudundu, Pushkarlundu, very, very few. So it's one of the few Brahma temples that is there, which is a very interesting aspect. So നമ്മുടെ ഈ പണ്ട് ഇവിടെ ഒരു കാവായിരുന്നു, അനന്തങ്കാവ്. അനന്തങ്കാവ് എന്ന് പറയുന്ന ഒരു കാവായിരുന്നു. സോ റെമനൻസ് ഓഫ് ദ കാവ് ഇസ് ആക്ച്വലി ഹിയർ ഇൻ ദിസ് സ്പോട്ട്. സൈറ്റിംഗ് ഓഫ് പത്മനാഭ സ്വാമി ഹാഡ് ഹാപ്പൻഡ് ആൻഡ് ഓൾ ദീസ് തിങ്സ് ഈ സ്ഥലത്തായിരുന്നു. ഇവിടെ ഒരു സേക്രഡ് കാവായിരുന്നു. അവിടെ ഒരു ടെമ്പിൾ പോണ്ട് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തായിരുന്നു മറ്റേ ഈ ബ്രാഹ്മിൻസിൻ്റെ അഗ്രഹാരം. ആ അഗ്രഹാരത്തിൻ്റെ സൈഡിലായിരുന്നു അന്ന് ഇവിടുത്തെ മഹാരാജാവ് ഈ ബ്രാഹ്മിൻസ് ഇവിടുത്തെ ടെമ്പിളിലെ സർവീസിന് അവരെ കൊണ്ടുവന്ന് അവിടെയാണ് നിർത്തിയിരുന്നത്. ആ ടെമ്പിൾ പോണ്ട് ഉണ്ട്. പിന്നെ അവിടെ നേരെ ഇഫ് യു ഗോ അഹെഡ് യു വിൽ ഫൈൻഡ് ദ പത്മനാഭസ്വാമി ടെമ്പിൾ. സോ അനന്തങ്കാറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ബ്രാഹ്മൺ ഹൂ സോ ദ വിഷൻ ഓഫ് പത്മനാഭസ്വാമി ആൻഡ് ഹീ കെപ്റ്റ് സീയിങ് ദാറ്റ് വിഷൻ couple of times. So അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് പുള്ളി he wanted to search where this god is എന്ന് പറയും. He traveled ലാസ്റ്റ് വന്ന് നമ്മുടെ ഈ അനന്തങ്കാടില കാവിലാണ്. സോ പുള്ളി ഇവിടെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഇങ്ങനെ he was praying and meditating and trying to find out where this is. He met a small boy in the കാട്ടിൽ, ഒരു കൊച്ചുകുട്ടി. So then, what is this Kuchuti doing in the card? So he thought, maybe he's lost or something like that, and he cannot find, where is it? I mean, so he tried to help him out. So pulli ingane kore nadannu kazhinjappozhekku Kuchuti കാണുന്നില്ല. Then he realized that ആ കൊച്ചുകുട്ടി ആയിരുന്നു ദൈവമായിരുന്നു. So he prayed, എനിക്ക് ഒരിക്കലും ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരുമോ. So the god appeared in his grand form. So the head of the god was at Thiruvanathapuram and the feet was at Trivandrum. അതായിരുന്നു the size of the deity and how big it was. So he said, എനിക്ക് ഒറ്റ കണ്ണിൽ കാണാനൊക്കത്തില്ലല്ലോ. സോ ദൈവമേ എനിക്കൊന്ന് ഒറ്റ കണ്ണിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരും. അങ്ങനെയാണ് the deity shrank in size to 18 feet. It shrunk to that size. So you are seeing it in 3 columns. You cannot see the whole sun in one. You see the head, you see the navel, and then you see the leg. So അങ്ങനെയാണ് this thing about how this became this 18 feet statue. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാഞ്ചജന്യം ഹാളിൻ്റെ ഫ്രണ്ടിലാണ്. വെരി ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത്. നമ്മുടെ പണ്ട് ട്രാവൻകൂർ ടൈമിൽ നമ്മളിപ്പം പുത്തിരിക്കണ്ടം എന്ന് നമ്മളെല്ലാവരും പറയുന്നത്. അതിനകത്തൊരു വാക്കുണ്ട് കണ്ടം എന്ന് പറയും. സോ പുത്തിരിക്കണ്ടം എന്ന് പറയുന്നത് ദർ ഇസ് എ ഫീൽഡ്. ആ ഫീൽഡിൽ ആ കണ്ടത്തിൽ ഉണ്ടാക്കുന്ന നെല്ലായിരുന്നു നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിളിലേക്ക് ഉള്ള നേർച്ച. ഇറ്റ് ഈസ് ഓൾവേസ് ഗിവൻ ടു ദ ടെമ്പിൾ. സോ അന്ന് ആ സമയത്ത് പുത്തിരിക്കണ്ടത്തു നിന്ന് ഈ റൈസ് ഗ്രെയിൻസ് മാത്രമല്ല ബാക്കിയുള്ള പ്രൊഡ്യൂസും എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഇതിനകത്തൊരു വലിയൊരു ഊട്ടുപുര ഉണ്ടായിരുന്നു. സോ പീപ്പിൾ ടു ബി ഫെഡ് ഹിയർ. സോ ഇവിടെ ആയിരുന്നു ഈ റൈസ് ഗ്രെയിൻസും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. വൺ ഓഫ് ദ സ്മോളർ പാലസസ് അതാണ് സുന്ദരവിലാസം പാലസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ തൊട്ടപ്പുറത്ത് ലക്ഷ്മി വിലാസം പാലസ് ഉണ്ട്. അങ്ങനെ ഈ കോട്ടയ്ക്കകത്ത് ഒരു 10, 20 അല്ലെങ്കിൽ 25 ഇതുപോലത്തെ ചെറിയ പാലസസ് ഉണ്ട്. ഇതിൻ്റെ റെസിഡൻസ് എന്ന് പറയുന്ന എല്ലാം പ്രിൻസസ് ഓഫ് ട്രാവൻകൂറാണ്, മൈനർ ആൻഡ് മേജർ പ്രിൻസസ്. സോ അവർ ഓരോരോ സ്ഥാനങ്ങളനുസരിച്ച് അവർക്ക് ഓരോരോ കൊട്ടാരങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ട് അവർ ആക്ച്വലി നമ്മൾ പറയത്തില്ലേ ഇപ്പോൾ ഒരു കുലിനറി ജേർണി എന്ന് പറയുമ്പോൾ ലൈക്ക് വാട്ട് യു ഡൂയിങ്. ഇപ്പോൾ ഒരു കുലിനറി ജേർണിക്ക് പറ്റിയ ഒരു സ്പോട്ടാണ് അത്. ട്രിവാൻഡ്രത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത്ര മാത്രമുള്ളതാണ്. ഇത് നിങ്ങൾക്ക് എത്രമാത്രം എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വന്ന് ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ നടന്ന് ഇത് കാണുമ്പോൾ മാത്രമേ
ഇതിൻ്റെ ഒരു വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. എന്താണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ പ്യൂരിറ്റിയൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതേപോലെ ഈ പ്രോപ്പർട്ടി വളരെ കൺവീനിയൻ്റ് ആയിട്ടാണ് സിറ്റിയിലുള്ളത്. എയർപോർട്ടിനടുത്താണ്. ഇവിടുന്ന് പത്മനാഭസ്വാമി ടെമ്പിളിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സെൻട്രലി ലൊക്കേറ്റ് പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടുവരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങി ലഞ്ചിന് പോവാണ് അവിടുത്തെ. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. എടാ, സിറ്റിയിൽ ഭക്ഷണം കഴിക്കാൻ ഈ സമയത്ത് ഏതാണ് നിന്റെ ഒരു സജഷൻ? അതായത് കുഞ്ഞിനെയും കൊണ്ട് പോകണം. വലിയ തിരക്ക് കയറി അവിടെ ഇടിച്ചു കുത്തി കഴിക്കാൻ പറ്റൂല, കുഞ്ഞുണ്ടായോണ്ട്. ചോറും മീൻകറിയെന്ന് മാഹിയും പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചോറും മീൻകറിയും കഴിക്കാൻ വല്ലാത്ത ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ തേടി ചെന്നപ്പം 35 രൂപയ്ക്ക് നല്ല അടിപൊളി ചോറും മീൻകറിയും കിട്ടുന്ന ശാലിനി ചേച്ചിയുടെ കടയിലേക്കാണ് ചെന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് 35 രൂപയ്ക്ക് ഉച്ച നേരത്ത് അടിപൊളി ചോറും തോരനും മീൻകറിയും മുട്ട വറുത്തതൊക്കെ കിട്ടുന്ന കടയാണ് കേട്ടോ ശാലിനി ചേച്ചിയുടേത്. ചോറൊക്കെ ഒരു പിടി പിടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് ആര്യശാലയിലേക്കാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ അഗ്രഹാര തെരുവുകളിലൊന്നാണ് നമ്മുടെ ആര്യശാലയിലെ അഗ്രഹാരങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ നീണ്ടു നിവർന്ന് നടക്കുന്ന ഈ തെരുവിൻ്റെ അറ്റത്തായിട്ട് പിന്നെ ഞങ്ങൾ ചെന്ന് നിന്ന് എവിടെയാണെന്നറിയുമോ? കാന്തല്ലൂർ സർവകലാശാലയുടെ മുമ്പിൽ AD 852 സ്ഥാപിച്ച് വളരെ വലിയ ഒരു സർവകലാശാലയാണ് കാന്തല്ലൂർ സഭ എന്ന് പറയുന്നത്. ഏകദേശം 1200 വർഷങ്ങൾ മുമ്പ് തന്നെ ശ്രീലങ്കയിൽ നിന്ന് കടൽ മാർഗം വിദ്യാർത്ഥികളെത്തി ഇവിടെ പഠിച്ചിരുന്നു എന്ന് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിശയം തന്നെ തോന്നി. ആയുർവേദവും ജ്യോതിശാസ്ത്രവും ഗണിതവും രസതന്ത്രവും ഒക്കെ അന്ന് മുതലേ പഠിപ്പിച്ചിരുന്നു. എന്തിനേറെ പറയുന്നു, നളന്തയിൽ പോലും പഠിപ്പിക്കാതിരുന്ന ചാർവാക മതം പോലും നമ്മുടെ ദക്ഷിണ നളന്ത എന്നറിയപ്പെടുന്ന കാന്തല്ലൂർ സഭയിൽ പഠിപ്പിച്ചിരുന്നു എന്ന് കേട്ടപ്പോൾ അതിശയം തോന്നി. ഇത്രയും വലിയ ചരിത്രമുള്ള സർവകലാശാല ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? നേര് പറയാലോ, തിരുവനന്തപുരം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന കുറച്ച് കാഴ്ചകളുണ്ടായിരുന്നു. അതെല്ലാം അപ്പാടെ മാറ്റിമറിച്ചൊരു യാത്രയായിരുന്നു ഇന്ന് രാവിലെ മുതൽ സംഭവിച്ചത്. ഈ യാത്രയിലുടനീളം ഞങ്ങളോടൊപ്പം അമ്മയും നുന്നൂസും ഉണ്ടായിരുന്നു. അവരെ കൂടി ഞങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒപ്പം നിങ്ങൾക്കും ഈ കാഴ്ചകൾ കാണാൻ പറ്റിയല്ലോ, അത് ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കാം. ബൈ ബൈ ഒന്നും പറയുന്നില്ല, പുതിയ ഡെസ്റ്റിനേഷനിൽ നമുക്ക് കാണാം. അപ്പോൾ അടിച്ചു പൊളിക്കാം നമുക്ക് പുതിയ ഡെസ്റ്റിനേഷനിലല്ലേ.